ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഒറ്റമൂലിയായിട്ടാട്ടോ. നമ്മുടെ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പ്രശ്നമാണല്ലേ. അപ്പോൾ ഡാൻഡ്രഫ് മാറാനായിട്ട് നമുക്ക് ഇന്നൊരു ഒറ്റമൂലി ട്രൈ ചെയ്ത് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിയാണ്. അപ്പോൾ ഉള്ളി ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിൻ്റെ നീര് മാത്രമാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഓയിൽ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് ഡ്രൈ ആവും ഇങ്ങനെ ഓരോന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഓയിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആദ്യമേ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഈ നീര് മാത്രം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ അനിയൻ്റെ തലയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവൻ്റെ തലയിൽ നന്നായിട്ട് ഡാൻഡ്രഫ് വന്നിട്ടുണ്ട്. ബഹറിൽ വന്നതിന് ശേഷം നന്നായി ഡാൻഡ്രഫ് കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടറിയാം നന്നായി ഫ്ലേക്കായിട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഡാൻഡ്രഫ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ചീർപ്പ് വെച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ പറ്റി പിടിച്ചിരിക്കുന്ന ഡാൻഡ്രഫൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണത് നല്ലതാണ്. നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഡാൻഡ്രഫ് അവിടെ തന്നെ ഇരിക്കും അതുപോലെ. എന്നിട്ട് ഞാനിവിടെ ഒരു കോട്ടൺ പാഡ് എടുത്തിട്ട് ഈ നീരിൽ ഡിപ്പ് ചെയ്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണത്. അപ്പോൾ നമ്മൾ കോട്ടൺ പാഡ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ചെയ്യണേക്കാളും നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ പിടിക്കൂട്ടാ. എന്നിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ നോർമൽ ഷാമ്പു എന്തെങ്കിലും വെച്ച് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് ആഫ്റ്റർ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. ഒറ്റ യൂസിൽ ഇത്രയും റിസൾട്ട് ഉണ്ടാവും ഞാൻ വിചാരിച്ചതല്ല. ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം ഡാൻഡ്രഫൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. മുഴുവനായിട്ട് പോയെന്നല്ല, ഒറ്റ യൂസിൽ ഇത്രയും പോവാന്ന് പറഞ്ഞാൽ അത് അടിപൊളിയാണ്. അപ്പം നിങ്ങളും ഡാൻഡ്രഫ് വെച്ച് കഷ്ടപ്പെടുന്നെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വീക്കിൽ ഒരു 2 ടൈംസ് ഒക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാവും. എന്തായാലും മുഴുവനായിട്ട് പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഒറ്റ യൂസിൽ ഇത്രയും റിസൾട്ട് കിട്ടും. അപ്പം എന്തായാലും അടിപൊളിയാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്.